നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം പുഴയിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോളുടെ കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ പ്രതികരണമാണ് കുടുംബം നടത്തിയിരിക്കുന്നത്. നിർണായകവും അതുപോലെ തന്നെ വൈകാരികവുമായ പ്രതികരണമാണ് ജിസ്മോളുടെ കുടുംബത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. നെഞ്ച് നീറിയാണ് കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. ജിസ്മോളുടെ സഹോദരൻ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുമായി അവസാനം സംസാരിച്ചപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചേച്ചി സംസാരിച്ചത് എന്നാണ് ജിസ്മോളുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിട്ടില്ല. അവസാനമായി ചേച്ചി പറഞ്ഞത് ജിമ്മിക്കൊപ്പം ഫ്ലൈറ്റിൽ കയറണമെന്നായിരുന്നു. ഭാവിയെക്കുറിച്ച് നല്ല പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയായിരുന്നു ചേച്ചി ആയിരുന്നത്. അതിനിടയിൽ എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത്? ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി മരണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ഈ ദിവസങ്ങളിൽ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്ന് അറിയണം. എന്താണ് ചേച്ചി ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പുറത്തു വരണം. നിയമപോരാട്ടം നടത്തും എന്നതടക്കമുള്ള പ്രതികരണമാണ് ജിസ്മോളുടെ സഹോദരൻ നടത്തിയിരിക്കുന്നത്. ജിസ്മോളുടെ സഹോദരൻ്റെ പ്രതികരണത്തിലേക്ക്. പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല, ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളമ്മ ആക്സിഡൻറ്റ് മരിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി. ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വരണം, അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല. ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം, രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണമെന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല. ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവർ. ചേച്ചീനെ പിടിച്ചിടിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ 2ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം, എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തു വിടണം. എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ്. അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ 2ാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്കെന്നാ മെസ്സേജ് അയച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക പീഡനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത്. ഈ ചേച്ചിനെ കെട്ടിച്ചു വിട്ട നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരിയെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത നാൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു.
പുള്ളിക്കാരി ആണ് ഇതിൽ ഇവരുടെ കുടുംബം തകർത്തതിനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട്. പിന്നെ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ്, ബീന ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനസ്സിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട, ഇപ്പം സമയം പോക്കുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, മകൻ്റെ കൊച്ചായി പോയില്ലേ, നോക്കാതിരിക്കാൻ പറ്റുമോയെന്നാണ് ചോദിച്ചത്. പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി, നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത്. പുള്ളിക്കാരി ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്കളുടെ പെമ്മക്കളുടെ മക്കളെയും ഈ പുള്ളിക്കാരി എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടുപോയിട്ട്. എന്തായാലും വൈകാരികവും അതുപോലെ തന്നെ വളരെ നിർണായകവുമായ ഒരു പ്രതികരണമാണ് ജിസ്മോളുടെ സഹോദരൻ നടത്തിയിരിക്കുന്നത്. അതേസമയം ജിസ്മോൾ നിറത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ഭർത്തൃ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും സഹോദരൻ ജിറ്റു തോമസ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകി. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയമുണ്ട്. ജിസ്മോളെ പലതവണ ജിമ്മിയുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പ്രതികരിച്ചു. ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ജിമ്മിയുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്തേണ്ട എന്ന നിലപാടിലാണ് ജിസ്മോളുടെ കുടുംബം. ജ്ഞാനായ സഭ നിയമപ്രകാരം ഭർത്താവിന് ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണമെന്നാണ്. ഇത് സംബന്ധിച്ച് സഭാതലത്തിലും ചർച്ചകൾ നടന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പേരുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുണ്ട്. മക്കൾ 2 പേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശം കണ്ടെത്തി. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നതായി പോലീസിന്റെ പരിശോധനയിൽ സൂചന കിട്ടിയിരുന്നു. എന്തായാലും ഈ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ഒന്നടങ്കം അതുപോലെ തന്നെ കുടുംബത്തെയും ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അതിനിടയിൽ ജിസ്മോളുടെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ്. പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാകണം എന്നായിരുന്നു ജിസ്മോൾ കുറിച്ചത്. 2020 സെപ്റ്റംബർ 25-നാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവച്ചത്. 2019-ലായിരുന്നു ജിസ്മോളുടെ വിവാഹം. അതേസമയം എന്തായാലും അതീവ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജിസ്മോളുടെയും മക്കളായ നോഹ, നോറ എന്നിവരുടെയും സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പാലാച്ചെറുകര ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നടക്കും. ഭർത്താവ് ജിമ്മിയുടെ നീറിക്കാട്ടുള്ള വീടിന് സമീപത്ത് ഓഡിറ്റോറിയത്തിൽ രാവിലെ പൊതുദർശനം നടക്കും. ഈ വീട്ടിൽ, അതായത് ജിമ്മിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കണം എന്നൊരു ആവശ്യം ജിസ്മോളുടെ കുടുംബം തള്ളുകയുണ്ടായി. എന്തായാലും വളരെ വിഷമകരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഈ ജിസ്മോൾ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം പുറത്തു വരണം എന്ന ആഗ്രഹത്തിലാണ് കുടുംബമായിരിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, നിയമപോരാട്ടം നടത്തും എന്നതടക്കമുള്ള പ്രതികരണം ആ കുടുംബം നടത്തിയിട്ടുണ്ട്. വളരെ വേദനയോടെയാണ് ആ കുടുംബമായിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ജിസ്മോളെ ഈ ഒരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടു, ആത്മഹത്യ എന്ന ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു, അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആ ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബം ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.